ഹലോ ഫ്രണ്ട്സ്, ആദ്യ സോജ വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കിടിലൻ നാട്ടിൻ പുറത്തുള്ള നാടൻ കറിയാണ്. ചേമ്പുതണ്ട് കറി, നല്ല ഫ്രൈ ടൈപ്പിലുള്ള കറിയാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ? അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ചേമ്പുതണ്ട് കറി വെക്കാനായിട്ട് ഇതാ ഇവിടെ ഞാൻ കുറച്ച് ചേമ്പുതണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ തോലൊക്കെ കളഞ്ഞ് ഇതാ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഗൈസ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചേമ്പുതണ്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വരൂ. അപ്പോൾ നമുക്ക് ഈ കറി ഒന്ന് വെച്ച് തുടങ്ങിയാലോ ഗൈസ്. അപ്പോൾ ഇതാ ചേമ്പുതണ്ട് കറി വെക്കാനായിട്ട് നമ്മളിത് അവിടെ ഒരു പാത്രം ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും രണ്ടും ഇട്ട് കൊടുക്കാം. നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ വെക്കാറുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് വേണം നമുക്ക് ഈ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞ മണം വരും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടി നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചേമ്പ് തണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ചേമ്പ് തണ്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ചേമ്പ് തണ്ടൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വെള്ളം നമ്മളൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അതിൽ വെള്ളം താനേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ആവാനുണ്ട്. നമുക്ക് ഇടയിലൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ ഇത്, ചേമ്പുതണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പുത്തണ്ട് ഇവിടെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് ഇവിടെ ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയാണ് കേട്ടോ ഈ ഒരു ചേമ്പുത്തണ്ട് കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ചേമ്പുത്തണ്ട് കറി ഇതാ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ടുള്ള ടൈപ്പിലുള്ള കറിയാണ് കേട്ടോ ഇത്. നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ നാട്ടിൻ പുറത്തൊക്കെ ഉള്ളൊരു നാടൻ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.